ചേട്ടൻ എന്നിനും കൂടി രാവിലെ തന്നെ തുടങ്ങിയതാണ് ആത്മാർത്ഥമായിട്ട് ഈ ജോലി. ഇപ്രാവശ്യം ഞാനത് അങ്ങോട്ട് അച്ചുവിനെ ഏൽപ്പിച്ച് അവൻ ചെയ്യട്ടെ. ഇന്ന് രാവിലെ തന്നെ സ്കൂളിൽ പോകാനുള്ള ടിഫിൻ റെഡിയാക്കണമായിട്ട് ഈ കാണുന്നത്. എന്തായാലും ഒരു ഫ്രൂട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ആപ്പിൾ ആയിക്കോട്ടെ എന്ന് അങ്ങോട്ട് കരുതി. കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ കുറച്ച് ഡോനറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പർച്ചേസിങ് വീഡിയോ ഒക്കെ പിന്നീടായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് ഞാൻ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. മുഴുവൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക്. ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഒന്നും ഈ പ്രാവശ്യം പുതിയത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തേന് ഒരു മങ്ങൽ പോലും ആയിട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് പുതിയത് വാങ്ങുന്നത്? ആദ്യം ഒത്തിരി പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. ഇവരുടെ സ്കൂളിലേക്ക് നോൺ വെജ് ഒന്നും പറ്റില്ല കേട്ടോ. അതേതായാലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പച്ചക്കറി അങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അങ്ങനെ രാവിലെ തന്നെ കൊച്ചൂസതേ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ദാൽക്കറി കൊച്ചൂസിന് ഭയങ്കര ഇഷ്ടമുണ്ട്. സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ട് ഇഷ്ടപ്പെട്ടത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. പാത്രം മാത്രമേ പുതിയല്ലാത്തേ ഉള്ളൂ. ബാക്കി ലഞ്ച് ബാഗും അതിൻ്റെ ടൗലൊക്കെ പുതിയതാണ്. പുതിയ വർഷം തുടങ്ങിയല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയത് വേണമല്ലോ. കുട്ടികൾക്ക് അതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചില സാധനങ്ങളൊക്കെ ഞാൻ പുതിയത് വാങ്ങിച്ചേട്ടാ. ബാഗൊക്കെ എന്തായാലും പുതിയത് വാങ്ങേണ്ടി വന്ന്. അങ്ങനെ രാവിലെ തന്നെ ഇരുന്ന് മുട്ട കഴിക്കുകയാണ്. നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നിട്ട് തന്നെ ഇത് കഴിച്ചിട്ടാണ് പോണത്. നമ്മുടെ കുട്ടൂസ് ഇതേ സ്കൂളിലും പോകണ്ട എങ്ങും പോകണ്ട സുഖമായിട്ട് കിടന്നുറങ്ങണം. നോക്കിയേ കൊച്ചു അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവന് എന്തൊരു സുഖമാണെന്ന്. ഇന്ന് പിന്നെ റഫ് ബുക്ക് മാത്രം കൊണ്ടുപോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് ലഞ്ച് ബാഗ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകണത്. കുട്ടൂസ് രാവിലെ വാതിൽ തുറന്നപ്പോൾ വന്ന് സെറ്റിമ കിടക്കണതാണ് കേട്ടോ. കല്ല് എവിടെയാണ് കിടക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് നേരമെങ്കിലും നമ്മുടെ ബെഡിൽ വന്ന് കിടന്നില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അത് അങ്ങനെ ഒരു പൂച്ച. എന്നിത്തിരി നേരത്തെ റെഡി ആയതുകൊണ്ട് തന്നെ ഇതേപോലെ പൂച്ചനെ കളിപ്പിക്കാനൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു. അച്ചു ആണ് ഇന്ന് കൊണ്ടുവന്നാക്കണത്. വരുൺ ഉണ്ടായില്ല. വരുണിന് വർക്ക് ഉണ്ടായിരുന്നു. ഞാനും പോയില്ല. അച്ചു ആണെന്ന് ഉത്തരവാദിത്തമൊക്കെ ഏറ്റിട്ട് കൊച്ചൂസിനെ കൊണ്ടുവന്ന് ക്ലാസ്സിലാക്കണത്. അങ്ങനെ കൊച്ചൂസിൻ്റെ പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയാണ്.